അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തു യൂനുസിലെ 62 മുതൽക്കുള്ള 62, 63, 64 സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ألا അറിയുക, ഇന്ന ഔലിയ അല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഒരു ഭയവും ഉണ്ടാവുകയില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല, അല്ലദീന ആമനൂ, അവർ സത്യവിശ്വാസം സ്വീകരിച്ചവരാണ്, വകാനൂ യത്തഖൂൻ, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്, ലഹുമുൽ ബുഷ്റ, അവർക്ക് സന്തോഷ വാർത്ത, ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തു തന്നെ, ഇഹലോകത്തു തന്നെ, വഫിൽ ആഖിറ, പരലോകത്തും അവർക്ക് ബുഷ്റ, സന്തോഷമാണ്. ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല, അള്ളാഹു പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹാവിജയം. അത്തരത്തിൽ വിജയം വരിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അലാ എന്നാണ് തുടക്കം. അലാ എന്ന് പറഞ്ഞാൽ കേൾക്കൂ, ശ്രദ്ധിക്കൂ, അറിയൂ, മനസ്സിലാക്കൂ എന്നൊക്കെയുള്ള ഒരു ഉണർത്തലാണ്. അലാ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കണം. ഇത് ഔലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, വലിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവനാണ്. അള്ളാഹു വലിയ, അള്ളാഹു രക്ഷകനാണ്. വിശ്വാസികളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവരാണ്. അതൊക്കെയാണ് ഉറ്റമിത്രം എന്നതിനർത്ഥം. ഉറ്റമിത്രം, രക്ഷിക്കുന്നവൻ അർത്ഥം. വലിയ, അള്ളാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ രക്ഷകൻ, ഉറ്റമിത്രം അള്ളാഹുവാണ്. സൂറത്ത് അൽ-ബഖറ 257 നമ്മൾ പഠിച്ചത് അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ അള്ളാഹു, അവനാണ് വിശ്വാസികളുടെ ഉറ്റമിത്രം. രക്ഷകൻ അർത്ഥം പറഞ്ഞാലും ശരിയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, നമ്മുടെ നാട്ടിൽ ഔലിയാക്കൾ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടെന്ന് തെറ്റുദ്ധാരണയുണ്ട്. നമ്മളെ സമുദായത്തിലൊക്കെ ഉണ്ടല്ലോ. അള്ളാഹ് ഔലിയാണത്, ഔലിയാണ്. എന്താ ഈ ഔലിയ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു മനോവിഭ്രാന്തിയിലകപ്പെട്ട, അങ്ങനെ ആരാധനാകർമ്മങ്ങളിലൊന്നും ഇഷ്ടമില്ലാത്ത, ഒരു വൃത്തിയും ഭംഗിയില്ലാത്ത, സിഗരറ്റ് വലിക്കുന്ന, മുറുക്കി തുപ്പുന്ന, ഒരു വളരെ അശ്രദ്ധമായി വേഷം ധരിക്കുന്ന, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്നാണ് പൊതുവിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമകൾ ഒരു വൃത്തിയുള്ളവരാണ്, ഒരു ഭംഗിയുള്ളവരാണ്, ഒരു വളരെ മാന്യമായും അന്തസ്സായും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുന്നവരാണ്. അത് വേഷത്തിൻ്റെ കാര്യത്തിലായാലും. ഒരു വിശ്വാസി എപ്പോഴും മാന്യമായ, വൃത്തിയുള്ള, ഭംഗിയുള്ള വേഷം ധരിക്കേണ്ടത്. അലക്കാതെ, കുളിക്കാതെ, മുടി ജട പിടിച്ച്
കറയും ചളിയുമായ വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെയുള്ള ഔലിയാക്കന്മാരുടെ ഒരു സങ്കല്പം നമ്മുടെ സമുദായത്തിനകത്ത് കുറച്ചൊക്കെ ഉണ്ട്. അതല്ല ശരി. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളാണ്. അവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞാൽ എന്ന ഔലിയ അള്ളാഹി, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങൾ, ഉറ്റമിത്രം, സഹായി, പിൻഗാമി. അപ്പോൾ അതിന് വലിയുൽ അഹദ് എന്ന് പറയും. എന്താ വലിയുൽ അഹദ് എന്നാൽ അറബ് പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറ് കിരീടാവകാശി, വലിയുൽ അഹദ്. വലിയുൽ ഒരു പെൺകുട്ടിയുടെ രക്ഷാകർത്താവ് അല്ലേ? നമ്മൾ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ വലിയ എന്ന് പറയില്ലേ? അപ്പോൾ അവിടെ ആ കുട്ടിയുടെ രക്ഷാകർത്താവ് എന്നാ, സ്ത്രീയുടെ രക്ഷാകർത്താവ് എന്നാണ്. വലിയുൽ അഹദ് കിരീടാവകാശി. വലിയു ദൗല എന്ന് പറയും, ഒരു രാജ്യത്തിൻ്റെ വലിയ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണകർത്താവാണ് വലിയു ദൗല. വലിയുള്ള അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അടിമ പ്രവാചകന്മാരൊക്കെ. അവരെ സംബന്ധിച്ചാണ് അവരുടെ നിലപാട് എന്തായിരിക്കുന്ന, അവരുടെ നിലപാട് ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിലെ ഇടുക്കങ്ങളെ സംബന്ധിച്ച് കുടുക്കങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്ക് ബേജാറില്ല. പരലോകത്തും അവർ പേടിക്കേണ്ടതില്ല. പരലോകം ഏറെ ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കുമല്ലോ വിചാരണ എന്ന് പറഞ്ഞാൽ. ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക്, അള്ളാഹുവിൻ്റെ ഉറ്റവർക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹജനങ്ങൾക്ക് അതൊന്നും ഒരു പേടിയുള്ള അനുഭവമായി മാറുകയില്ല എന്നാണ്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. പരലോകമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കുക. ഖബർ തുറന്നിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. അത് നമ്മൾക്ക് അനുഭവിക്കാനുള്ളതാണ്. വിചാരണക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് അല്ലേ? ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖബറുകളിൽ നിന്ന് പുറത്തിറങ്ങിയ അള്ളാഹുവിലേക്ക് ഒരു ഓട്ടമുണ്ട്. ആ സന്ദർഭം ഏറ്റവും പേടി. മക്കളെ നോക്കൂല, കുടുംബക്കാരെ നോക്കൂല, ഉപ്പാനെ നോക്കൂല. ഒരു ഉമ്മാക്ക് മക്കളെ കാര്യത്തിൽ പോലും ശ്രദ്ധ വരാത്ത വിധം പേടിപ്പിക്കുന്ന അങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെങ്കിൽ അവർക്ക് പേടി ഉണ്ടാവില്ല. വലാഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ടതില്ല. മറ്റേ ദുനിയാവിൽ സ്വന്തം നിലപാടും സ്വന്തം ഇടപാടും പ്രവർത്തനങ്ങളും ഒക്കെ ഏറെ ദുഃഖകാരണമായി മാറും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടില്ലാത്തവർക്ക്. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. മുഖ്യമായും പരലോകത്തെ പേടിയും ബേജാറും ഇല്ലായ്മയാണ്. ഇനി ഇഹലോകത്തെ അവരുടെ നിലപാടും കൂടി അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലദീന ആമനു, അവർ മുഅ്മിനീങ്ങളാണ്. എന്താണ് ഈമാൻ സിദ്ധിച്ചാലുള്ള, ഈമാൻ സ്വീകരിച്ചാലുള്ള സവിശേഷതകൾ? അവർ അള്ളാഹുവിനെ കാണാതെ തന്നെയും അവനെ ഇഷ്ടപ്പെടുന്നവരും അവനെ ഭയപ്പെടുന്നവരും അവൻ്റെ ഇഷ്ടം നോക്കി അമല് ചെയ്യുന്നവരുമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹിസാനും ഈമാനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ. അപ്പോൾ കാനു യത്തഖൂൻ, അവർ മുത്തഖീങ്ങളാകും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും കൂടിയാണ്. അവർ മുത്തഖീങ്ങളും കൂടിയാണ്. ലഹും, അവർക്കുണ്ടാകും അൽ ബുഷ്റ, ബഷീർ, ബുഷ്റ, ബിഷ്ർ എന്നൊക്കെ പറഞ്ഞ സന്തോഷവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. അവർക്ക് ഇഹലോകത്തു തന്നെ സന്തോഷമാണ്. ഇഹലോകത്ത് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അവരിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗത്തിൽ അവർ സന്തുഷ്ടരാണ്. അതിൻ്റെ പേരിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പ്രവാചകന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഉത്തമരായ പ്രവാചക ശിഷ്യന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയിട്ടില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് മനുഷ്യപക്ഷത്ത് നിന്ന മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ലേ? പക്ഷേ ഇതൊക്കെയും അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗത്തിൽ അവരെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുകയും ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന സന്തുഷ്ടരാണ് അവർ. ഒരു ചെറിയ ഉദാഹരണം പറയാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാൻ ഒരിക്കൽ പറഞ്ഞു കാണും. അവർ നാലും പേരും കൂടി ഒരിക്കൽ ഉഹദ് മലയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഉഹദ് മല കണ്ടിട്ടുണ്ടാകും, ഹജ്ജിനും ഉംറക്കും പോയി എല്ലാവരും കണ്ടിട്ടുണ്ടായി.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടപ്പെട്ട മലയാണ് ഉഹദ്. അദ്ദേഹം ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിനോ കച്ചവടത്തിനോ ഒക്കെ പോയി വന്നാൽ കുറേ നേരം ഉഹദ് മലയുടെ മുകളിൽ ചിലവഴിക്കും. അത്ര ഇഷ്ടമായിരുന്നു. ഉഹദിന് നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനെയും ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉഹദു ജബലും യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഇങ്ങനെ ഇവർ 4 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ കയറി ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ സൊറയും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഇഷ്ടം കൊണ്ടുള്ള ഒരു നടത്തം. അപ്പോൾ ഉഹദ് മലയും സന്തോഷം കൊണ്ടൊന്നും ഇങ്ങനെ ഇളകിയില്ല. ഒരു മുഅ്ജിസത്താണ്. ഉഹദ് മല ഈ 4 പേരെയും കൊണ്ടൊന്ന് സന്തോഷിച്ചു എന്നിട്ട് ഇളകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉഹദേ അടങ്ങ് കേട്ടോ, അടങ്ങ്. നിൻ്റെ മുകളിലുള്ളത് ആരാന്ന് നിനക്കറിയോ? ഒന്നൊരു നബിയാണ്, രണ്ടാമതൊരു സിദ്ദീഖാണ്. അതാരാണ് സിദ്ദീഖ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ 2 രക്തസാക്ഷികളാണ് എൻ്റെ മുകളിലുള്ളത്. അതാരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 2 പേരും പിൽക്കാലത്ത് രക്തസാക്ഷികളായി. ഇങ്ങനെ ഒരു അറിയിപ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ഖത്താബ് കേൾക്കുകയാണ്. ഞാൻ രക്തസാക്ഷിയാവും, ആരെങ്കിലും എന്നെ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്ന. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അത് അവരെ കൂടുതൽ സന്തുഷ്ടരാക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അവർക്ക് പേടിയൊന്നും ഉണ്ടാവണില്ല. ലാ ഖൗഫുൻ അലൈഹിം, ഒരു പേടിയില്ല, അവർക്കൊരു ബേജാറുമില്ല. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സ്വീകരിക്കുക. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കറിയാലോ. അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ വെട്ടും കുത്തും ഏൽക്കാത്ത ഒരു ഭാഗമില്ല, എല്ലായിടത്തും മുറിൻ്റെ കലയും അടയാളങ്ങളാണ്. വെട്ടും കുത്തും ഏൽക്കാത്ത ഒരു ഭാഗവും എൻ്റെ ശരീരത്തിലില്ല. എന്നിട്ടും എനിക്ക് യുദ്ധക്കളത്തിൽ പോരാടി മരിക്കാൻ, രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ ഈ കട്ടിൽമ കിടന്ന് മരിക്കേണ്ടി വന്നല്ലോ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളാവുക എന്നുള്ളതൊരു വിശ്വാസിക്ക് കൊതിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെട്ടും കുത്തുമേറ്റ് മരിക്കണം എന്നാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കണം, അല്ലെങ്കിൽ വെടിയേറ്റ് മരിക്കണം, രക്തസാക്ഷിയാവാൻ കൊതിച്ച് നടക്കുക. നമുക്ക് ഉഹദ് യുദ്ധത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അറിയാലോ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. രക്തസാക്ഷികളാകാൻ, ഞാനിപ്പോൾ അങ്ങോട്ട് മരിച്ച യുദ്ധത്തിൽ പോരാടി മരിച്ചാൽ അള്ളാഹിൻ്റെ റസൂല എനിക്ക് എന്താണെന്ന് ചോദിച്ച സഹാബി ഉണ്ടല്ലോ. ഇപ്പം നീ ഉഹദ് യുദ്ധത്തിലാണ്, പോരാടി മരിച്ചാൽ നിനക്ക് സ്വർഗം. എന്നിട്ട് പിന്നെ യുദ്ധക്കളത്തേക്കാണ് പോവുകയാണ്. സ്വർഗത്തിൻ്റെ മണമാണല്ലോ അപ്പുറത്തു നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അവിടെ രക്തസാക്ഷിയാവുകയാണ്. സ്വർഗത്തിൻ്റെ മണം വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിട്ടുള്ള ആൾക്കാർ ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ. അവർക്ക് ദുനിയാവിൽ അവർ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളും സന്തോഷത്തോടും സന്തുഷ്ടിയോടും കൂടി അവർ ഏറ്റുവാങ്ങും. അല്ലാതെ അവർക്ക് ദുനിയാവിലെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല എന്നൊന്നും അർത്ഥമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡനങ്ങൾ ശത്രുക്കളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അവർക്കൊരു പേടിയും ബേജാറൊന്നുമില്ല. അതൊക്കെ അവർ ഉള്ളിൽ ഒരു സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങും. ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ. അവർ ഇഹലോകത്ത് ഏറെ സന്തുഷ്ടരാണ്. വഫിൽ ആഖിറ, പരലോകത്ത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അവരെ സംബന്ധിച്ചാണല്ലോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ ലാ തബ്ദീല ലി ഖൽഖില്ല. അള്ളാഹുവിൻ്റെ ഈ അറിയിപ്പുണ്ടല്ലോ, ഈ കലിമാത്തില്ല, അള്ളാഹുവിൻ്റെ ഈ കലിമത്തുണ്ടല്ലോ. അള്ളാഹിൻ്റെ കലിമത്ത് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. കലിമത്തുൻ എന്ന് പറഞ്ഞ വാക്ക്, അതിൻ്റെ ബഹുവചനമാണ് കലിമാത്ത്. വാക്കുകൾ, വാചകങ്ങൾ, വചനങ്ങൾ, അവൻ്റെ മൊഴികൾ, അവൻ്റെ പ്രഖ്യാപനങ്ങൾ, അവൻ്റെ പ്രസ്താവനകൾ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അതിനൊരു മാറ്റമുണ്ട്. അതുകൊണ്ടാണല്ലോ പല ആളുകളും ഇസ്ലാമിക മാർഗത്തിൽ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അവരെ പിന്നെ ഒന്നും അലട്ടണില്ല, ബേജാറും വെപ്രാളും ഒന്നും അവർക്കില്ല. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞ് സത്യമാണ് അവർ വിശ്വസിക്കും. ലാ തബ്ദീല, ബദലില്ല, മാറ്റമില്ല, ലി കലിമാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക്. ദാലിക ഹുവൽ ഫൗസുൽ അലീം. ആ നിലപാടിലെത്താൻ കഴിയുക, അതത്രേ മഹത്തായ വിജയം. അള്ളാഹിൻ്റെ ഔലിയാക്കൾ വിരാജിക്കുന്ന ഉന്നതമായ നിലവാരത്തിൽ ദുനിയാവിലും പരലോകത്ത് പേടിയും സങ്കടവുമില്ലാത്ത അവസ്ഥയിലും. അതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് ഏറ്റവും വലിയ വിജയം. നമ്മളിവിടെ ഇലക്ഷൻ ജയിക്കണമെന്ന് കാത്തിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിജയം എന്താ? പരലോക വിജയമാണ്. ബാക്കിയൊക്കെ ആ പരലോക വിജയത്തെ സഹായിക്കുന്നതിനനുഗുണമായ വിധത്തിൽ ദുനിയാവിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല, എന്ത് ഈ അല എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ ഒന്ന് കേൾക്കണം, നിങ്ങളൊന്ന് ഒരു ഉണർവ്. അതുപോലും നമ്മളെ ആൾക്കാർക്ക് അറിയില്ല. ഇനി ഖുർആൻ പഠിക്കണ്ടല്ലോ, ഓതിയാൽ മതിയല്ലോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്നാണ് അല. ആ പറയുന്ന കാര്യം ഒന്ന് പ്രത്യേകം ഉണർന്നു നോക്കണം, ശ്രദ്ധിച്ചത് കേൾക്കണം. ഇന്ന ഔലിയ അല്ലാഹി, അള്ളാഹുവിൻ്റെ ഉറ്റമിത്രങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, ഖൗഫ് പേടി, അവർക്ക് പേടിയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. അല്ലദീന ആമനു, അവരാണ് പേടിയും ദുഃഖവും ഇല്ലാത്ത ആൾക്കാർ. ആരാണ്? അല്ലദീന ആമനു, അവർ വിശ്വസിക്കുന്നവരാണ്. വക്കാനു യത്തഖൂൻ, അവർ മുത്തഖീങ്ങളുമാണ്. അല്ലാതെ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഇസ്ലാമിക ശരീഅത്തൊന്നും അവർക്ക് ബാധകമല്ല എന്ന മട്ടിൽ ചെറിയൊരു മാനസിക രോഗമുള്ളത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ മുഴുവനും പിടിച്ചു കണ്ട് ഔലിയാക്കന്മാരാക്കി വെക്കുന്നത്, അതല്ല ഏർപ്പാട്, അതല്ല ഈ പറഞ്ഞതിൻ്റെ ചുറ്റുക. അത് നമ്മളെ ആൾക്കാരുടെ ഒരു വിവരക്കേടോട് പറയുന്നതാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനു, അവർ മുഅ്മിനീങ്ങളാണ്. വക്കാനു യത്തഖൂൻ, മുത്തഖീങ്ങളുമാണ്. ഈമാനും അതനുസരിച്ച് അമലും ചെയ്യുന്നവരാണെന്ന് ചുരുക്കം. ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ, അവർക്ക് ഇഹലോകത്ത് സന്തോഷ വർത്തമാനമാണ്, അവർക്ക് സന്തോഷമാണ്. വഫിൽ ആഖിറ, പരലോകത്തും അവർക്ക് ലഭിക്കാനുള്ളത് സന്തോഷം തന്നെയായിരിക്കും. ലാ തബ്ദീല ലികലിമാത്തിൽ, അല്ലാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തരമായ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും അത്തരത്തിൽ വിജയം വരിക്കുന്ന അവൻ്റെ ഔലിയാക്കളിൽ, അവനേറെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഈമാനിക ബോധം നൽകാൻ നമ്മെ സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ